ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി സാധ്യമാകുന്ന പരമാവധി പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് BJP-ക്കെതിരെ NDA-ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റം ഒരു ഭാഗത്തുള്ള പ്രശ്നമാണ്, കർഷക ദ്രോഹ നടപടികൾ ഒരു ഭാഗത്തുള്ള പ്രശ്നമാണ്, പാചകവാതകത്തിനും പെട്രോളിനും ഡീസലിനുമുള്ള വിലവർധനവ് മറ്റൊരു ഭാഗത്തുള്ള പ്രശ്നമാണ്, CAA പൗരത്വ വിഷയം വേറൊരു ഭാഗത്തുള്ള പ്രശ്നങ്ങളാണ്. നിരപരാധികളായിട്ടുള്ള ആളുകളെ പിടികൂടി ജയിലിലടക്കുന്ന സമീപനം ഒരു ഭാഗത്തുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരെ BJP-ക്കെതിരെ, മോദിക്കെതിരെ, സംഘപരിവാറിനെതിരെ വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ മുഴുവൻ ED-യെയും NIA-യും ഉപയോഗപ്പെടുത്തി ജയിലിലടക്കുന്ന സമീപനം ഒരു ഭാഗത്തുണ്ട്. ഇതിനെതിരെ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ ചർച്ച ചെയ്ത് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണ നൽകാൻ വേണ്ടി. അത് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട്, അവിടെ അവർ ഒരുമിച്ചിട്ടാണ്. രാജസ്ഥാനിലെ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചിട്ടാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അതുപോലെ കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അതിന് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനാധിപത്യം നിലനിർത്താനും മതേതരത്വം നിലനിർത്താനും നമ്മുടെ ഭരണഘടന നിലനിർത്താനും ഭരണഘടന സംരക്ഷിക്കാനും വേണ്ടി BJP-ക്കെതിരെ, NDA-ക്കെതിരെ, മോദിക്കെതിരെ സാധ്യമാകുന്ന വോട്ടുകൾ സ്വരൂപിക്കുക എന്നുള്ള പ്രത്യേകമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDF-നും പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷം നമ്മൾ കണ്ടതാണ് ഇരു മുന്നണികളും അത് തള്ളുന്ന കാഴ്ച. തള്ളുക എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ അവർ പറയുന്നത് തീവ്രവാദ സ്വഭാവമുള്ള ഒരു കക്ഷികളുമായും തങ്ങൾക്ക് കൂട്ടുകെട്ടില്ല. LDF ഇവിടെ ആരോപിക്കുന്നത്, CPM ഇവിടെ ആരോപിക്കുന്നത് UDF ബാന്ധവമാണ്, UDF തിരിച്ചും SDPI CPM ബാന്ധവമാണ് എന്ന് പറഞ്ഞ് തമ്മിൽ കൈയൊഴിയുന്ന സാഹചര്യമാണ്. പക്ഷേ ഏതൊക്കെ മണ്ഡലങ്ങളിൽ SDPI തങ്ങളെ സഹായിക്കുമോ അത് രഹസ്യമായി വോട്ടാക്കാം എന്നുള്ള ഒരു ധാരണ ഇവർക്ക് ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇതിങ്ങനെ നിരാകരിക്കുന്നത്? SDPI വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. അതോടൊപ്പം തന്നെ CPM മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനകളും താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. ഇവരൊക്കെ ഇതിനെ അനുകൂലിക്കുന്ന ഒരു സമീപനമല്ലല്ലോ പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കാം? SDPI കുറിച്ച് കൃത്യമായിട്ടുള്ള ചിത്രം അത്തരം ആൾക്കാർക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ 24 സംസ്ഥാനങ്ങളിലും വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അവിടെ DMK മുന്നണിയിലാണ് SDPI മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ദിണ്ടിഗലിൽ അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ആ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് SDPI മത്സരിക്കുകയാണ്. തൊട്ടടുത്ത കർണാടകയിൽ 6ഓളം പഞ്ചായത്തുകൾ SDPI ഭരിക്കുന്നുണ്ട്. നിരവധി പഞ്ചായത്തിൽ കോൺഗ്രസും ജനതാദളും BJP-ക്കെതിരെ അവിടെ സപ്പോർട്ട് നൽകിക്കൊണ്ട് കർണാടകയിലും SDPI ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ 9 സംസ്ഥാനങ്ങളിൽ 964 മെമ്പർമാരുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ജനപ്രതിനിധികൾ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഉത്തർപ്രദേശിൽ യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ജില്ലാ പഞ്ചായത്തിൽ 3 ജില്ലാ പഞ്ചായത്തിൽ SDPIക്ക് ജനപ്രതിനിധികളുണ്ട്. കേരളത്തിലൊരു MLA-യുടെ പവറുള്ള രീതിയിലുള്ള അത്രയും വോട്ട് ബാങ്കുള്ള പ്രദേശത്ത് 3 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുള്ള പാർട്ടിയാണ് SDPI. കേരളത്തിൽ 103 അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിൽ 103 ജനപ്രതിനിധികളുള്ള പാർട്ടിയാണ് SDPI. വളരെ വ്യവസ്ഥാപിതമായി ജനാധിപത്യ രീതിയിൽ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്ന പാർട്ടി ആയിക്കൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ SDPIക്ക് ഒരു വ്യക്തമായ നിലപാട്, സ്ഥായിയായ നിലപാട് കൈക്കൊള്ളാൻ പാടില്ലേ? പല മണ്ഡലങ്ങളിലും പല രീതിയിൽ, ഒരിടത്ത് CPM-ന്, ഒരിടത്ത് കോൺഗ്രസിന്. ഈ ഒരു നിലപാട് എന്തിനാണ്? അതുകൊണ്ടാണല്ലോ ഇവർ പരസ്പരം ആരോപിക്കുന്നത് സീറ്റ് നിലയിലുള്ള വ്യതിയാനം വരുന്നത് SDPI-യുടെ പിന്തുണയുള്ളതുകൊണ്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം നമുക്കറിയാം CPM-നെ സഹായിക്കുന്നത് പലയിടത്തും SDPI ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡും മഞ്ചേശ്വരത്തും ലീഗിനെ പിന്തുണച്ചു, പാലക്കാട് ഷാഫി പറമ്പിലിനെ പിന്തുണച്ചു. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ SDPI CPM പിന്തുണ നേടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ പല മണ്ഡലങ്ങളിൽ പല സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിലപാടുകളിൽ വ്യത്യാസം വരുന്നത്? കേരളത്തിൽ കൃത്യമായി പാർട്ടി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF-ന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് പാർട്ടി പ്രഖ്യാപിച്ചുള്ളത്.
SDP സംബന്ധിച്ചിടത്തോളം ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. താങ്കൾ ഇപ്പോൾ കേട്ട് കാണും കോൺഗ്രസ് പ്രതിനിധിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. ഞങ്ങൾ ആരുടെയും പിന്തുണ തേടിയിട്ടില്ല, അവർ പിന്തുണ പ്രഖ്യാപിച്ചു. ജനാധിപത്യപരമായി ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കുമുണ്ട്. പക്ഷേ SDPIയുടെ ഈ പിന്തുണയെ ഞങ്ങൾ സംശയത്തോടെയാണ് കാണുന്നത് എന്നാണ് ശ്രീ സേനാപതി വേണു പറഞ്ഞത്. കാരണം CPM-ഉമായുള്ള ബാന്ധവം തങ്ങൾക്ക് അറിയാവുന്നതാണ്. SDPI ഇപ്പോൾ UDF-ന് നൽകിയിരിക്കുന്ന ഈ പിന്തുണയിൽ ചില സംശയങ്ങളുണ്ട് എന്ന് പറയുന്നു.